ചാത്തൻ കഥകൾ മലയാള നാടോടി കഥകളിലെ വികൃതിയായ എന്നാൽ സംരക്ഷകനായ ഒരു ആത്മാവിനെക്കുറിച്ചുള്ളതാണ്. പലപ്പോഴും വിഷ്ണുമായയുടെ അനുയായികളായ കുട്ടിച്ചാത്തന്മാരെയും വിഷ്ണുമായയുടെ അവതാരത്തെയും കുറിച്ച് കഥകൾ വരുന്നു. അവർ പൂജകൾക്ക് വഴങ്ങി അത്ഭുതങ്ങൾ ചെയ്യുകയും വഴിപാടുകൾ മുടക്കുന്നവരെ ശല്യപ്പെടുത്തുകയും നേട്ടങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു നിഗൂഢ ശക്തിയാണ്. അത് ദ്രാവിഡ ഗോത്ര വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാണങ്ങൾ പ്രകാരം ശിവനും പാർവതിയും വനചാരികളായി കഴിയുന്ന കാലത്ത് അവർക്ക് 400 കുട്ടികൾ ലഭിച്ചു. ഇവർ ഭയങ്കരമായ മാന്ത്രിക ശക്തിയുള്ളവരും എന്നാൽ അത്യന്തം വികൃതികളുമായിരുന്നു. ഭൂമിയിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ തീർക്കാനും അതേസമയം അധർമ്മികളെ ശിക്ഷിക്കാനുമാണ് ഇവരെ നിയോഗിച്ചത് എന്നാണ് വിശ്വാസം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാത്തനെ വിഷ്ണുമായ എന്നും വിളിക്കാറുണ്ട്. ചാത്തൻ്റെ കഥകളിൽ ഏറ്റവും രസകരമായ ഭാഗം കടമറ്റത്ത് കത്തനാരുമായുള്ള ബന്ധമാണ്. ഒരിക്കൽ ഒരു മന്ത്രവാദി ചാത്തനെ ചെപ്പിനുള്ളിൽ അടച്ചുപൂട്ടി കായലിൽ എറിഞ്ഞു. അത് കിട്ടിയത് കത്തനാർക്കായിരുന്നു. അദ്ദേഹം ചാത്തനെ മോചിപ്പിച്ചു. മോചിപ്പിക്കപ്പെട്ട ചാത്തൻ കത്തനാരുടെ ഉറ്റ സുഹൃത്തായി മാറി. കത്തനാർ പള്ളി പണിയുമ്പോൾ വലിയ തടികൾ ഒറ്റയ്ക്ക് ചുമന്നതും വഴിയിൽ തടസ്സങ്ങൾ മാറ്റിയതും ചാത്തനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കത്തനാർ ഒരിടത്ത് സദ്യയ്ക്ക് പോയപ്പോൾ ചാത്തൻ അവിടെ അദൃശ്യനായിരുന്ന വിളമ്പുകാരെ വട്ടം കറക്കിയതായും കഥകളുണ്ട്. കേരളത്തിലെ മന്ത്രവാദത്തിൽ ചാത്തൻ സേവ എന്നത് വളരെ പ്രശസ്തമാണ്. ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ ശത്രുക്കൾ ചാത്തനെ വിടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതിനെയാണ് ചാത്തനേറ് എന്ന് പറയുന്നത്. വീടിന് മുകളിൽ കല്ല് വീഴുക, വസ്ത്രങ്ങൾ താനെ കത്തുക, ഭക്ഷണത്തിൽ അഴുക്ക് വരിക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായി പണ്ട് വിശ്വസിച്ചിരുന്നത്. ഇത്തരം ഉപദ്രവങ്ങൾ മാറ്റാൻ അതിലും വലിയ ചാത്തൻ ഉപാസകരെ കൊണ്ട് ചാത്തനെ കെട്ടുക എന്ന ചടങ്ങും നിലവിലുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയാണ് ചാത്തൻ ആരാധനയുടെ ആസ്ഥാനമായി കരുതപ്പെടുന്നത്.